ആഗോള സുരക്ഷാ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ നിലനിൽക്കുന്ന ഇൻഡോ പസഫിക് മേഖലയിൽ കാര്യങ്ങൾ വളരെ അപകടകരമാവുകയാണ്. ജപ്പാനും ചൈനയും തമ്മിൽ വർഷങ്ങളിലെ ഏറ്റവും ഗുരുതരമായ സൈനിക എൻകൗണ്ടർ നടന്നിരിക്കുന്നു. ചൈനീസ് പോർവിമാനങ്ങൾ തങ്ങളുടെ സൈനിക വിമാനങ്ങളെ ലക്ഷ്യമാക്കി ആയുധ നിയന്ത്രണ റഡാർ പ്രയോഗിച്ചു എന്നാണ് ജപ്പാന്റെ ശക്തമായ ആരോപണം. അതായത് ഒരു ആക്ച്വൽ അറ്റാക്കിന് മുന്നോടിയായി ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നതിന് തുല്യമായ നടപടി. ഒരു പൊട്ടൻഷ്യൽ അറ്റാക്കിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രകോപനപരമായ നീക്കമാണിത്. ഇതൊരു കാഷ്വൽ എൻകൗണ്ടർ അല്ല, ഇത് അത്യധികം സങ്കീർണമായ അപകടകരമായ ഒരു നീക്കമായിരുന്നു. എന്താണ് ഈ റേഡാർ പ്രയോഗം? ഇരു രാജ്യങ്ങളുടെയും നിലപാടുകൾ എന്തായിരുന്നു? ഏറ്റവും പ്രധാനമായി നമ്മുടെ അയൽക്കാരായ ചൈനയും ജപ്പാനും തമ്മിലുള്ള ഈ ടെൻഷൻ ജിയോ പൊളിറ്റിക്കൽ മാപ്പിനെ എങ്ങനെ മാറ്റിയെഴുതും? കിഴക്കൻ ചൈന കടൽ ഏത് നിമിഷവും ഒരു ഫ്ലാഷ് പോയിന്റ് ആയേക്കാം. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളും അതിന്റെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റും പരിശോധിക്കാം. സംഭവം നടന്നത് ഒക്കിനാവയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്റർനാഷണൽ എയർ സ്പേസിൽ വെച്ചാണ്. ഇവിടെ വെച്ച് ചൈനയുടെ ലിയോണിംഗ് വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള J-15 ജെറ്റുകൾ ജപ്പാനിന്റെ F-15 ജെറ്റുകളെ ലക്ഷ്യമിട്ടു. സാധാരണയായ ഒരു യുദ്ധവിമാനം മറ്റൊന്നിനെ വെടിവെച്ചിടാൻ മിസൈൽ വിടുന്നതിന് തൊട്ടു മുമ്പ് ഉപയോഗിക്കുന്ന റഡാർ സംവിധാനമാണിത്. ഈ റഡാർ ലോക്ക് ചെയ്യുമ്പോൾ അതൊരു പൊട്ടൻഷ്യൽ അറ്റാക്കിന്റെ ക്ലിയർ ആയിട്ടുള്ള വാർണിംഗ് ആണ്. ജാപ്പനീസ് വിമാനങ്ങൾ 2 തവണയായി 3 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഈ ലോക്കിംഗ് അനുഭവിച്ചു എന്നാണ് റിപ്പോർട്ട്. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മിസൈൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്നൊരു സിഗ്നൽ നൽകുന്നതിന് തുല്യമാണിത്. അതുകൊണ്ടാണ് ജപ്പാൻ ഇതിനെ അത്യന്തം അപകടകരം എന്ന് വിളിച്ചത്. ഈ സംഭവത്തെ ഇരു രാജ്യങ്ങളും ഏതായാലും കണ്ടത് 2 രീതിയിൽ തന്നെയാണ്. ആദ്യം ജപ്പാന്റെ ഭാഗം ഒന്ന് പരിശോധിക്കാം. ജപ്പാൻ ഡിഫൻസ് മിനിസ്റ്റർ ഷിൻജിറോ കൊയ്സുമി വളരെ സ്ട്രോങ് ആയിട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: വിമാനങ്ങളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് അനിവാര്യമായതിലും അപ്പുറമുള്ള റേഡാർ പ്രയോഗമാണിത്. അവർ ചൈനയ്ക്ക് ഫോർമൽ പ്രൊട്ടസ്റ്റ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വ്യോമാതിർത്തി ലംഘിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് റുട്ടീൻ പാട്രോൾ നടത്തുകയായി, പ്രകോപനമൊന്നും ഉണ്ടായില്ല എന്നാണ് ജപ്പാൻ പറയുന്നത്. ഇനി കൗണ്ടർ ക്ലെയിം, അതായത് ചൈനയുടെ ഭാഗം. ചൈനീസ് നാവിക വക്താവ് ജപ്പാന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചു. ഞങ്ങൾ നിയമപരമായ ട്രെയിനിങ് നടത്തുകയായിരുന്നു. ജാപ്പനീസ് വിമാനങ്ങൾ ആവർത്തിച്ച് ശല്യപ്പെടുത്തുകയും ഞങ്ങളുടെ ഡ്രിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നാണ് ചൈനയുടെ വാദം. ചുരുക്കത്തിൽ തെറ്റ് ഞങ്ങളുടേതല്ല, നിങ്ങൾ അതിർത്തിയിൽ വന്ന് കുഴപ്പമുണ്ടാക്കി എന്നാണ് ചൈന പറയുന്നത്. ഇവിടെയാണ് നമ്മൾ സംഭവത്തിന്റെ കാര്യഗൗരവം നോക്കേണ്ടത്. ഈ ടെൻഷന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയം തന്നെയുണ്ട്. തായ്വാൻ എന്ന ഫ്ലാഷ് പോയിന്റ് തന്നെയാണ് ഇതിൽ പ്രധാനം. ഈ സംഭവത്തിന് തൊട്ടു മുൻപ് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചി ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. ചൈന തായ്വാനെ ആക്രമിച്ചാൽ അത് ജപ്പാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും ജപ്പാൻ സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു. ഈ വാർണിംഗിനുള്ള ചൈനയുടെ സൈനിക മറുപടിയായി ഈ നീക്കത്തെ കാണുന്നവരുണ്ട്. ഇനി അമേരിക്കൻ ചങ്ങാത്തം, അതായത് ജപ്പാൻ അമേരിക്കയുടെ ക്ലോസസ്റ്റ് അലൈയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ US മിലിറ്ററി ബേസുകളിൽ ഒന്ന് ജപ്പാനിലാണുള്ളത്. അതുകൊണ്ട് ചൈന ജപ്പാനെ പ്രകോപിപ്പിക്കുമ്പോൾ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയെ കൂടിയാണ് വെല്ലുവിളിക്കുന്നത്. ഒരു റിസ്ക് ഫാക്ടർ കൂടിയുണ്ട് ഇവിടെ. ഈ പ്രദേശത്ത് ആക്സിഡന്റൽ കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇരു രാജ്യങ്ങളുടെയും സൈനികർ അഗ്രസീവായി പെരുമാറുമ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു മിലിറ്ററി എസ്കലേഷനിലേക്ക് നയിച്ചേക്കാം. ഈ റഡാർ ലോക്ക് ഇൻസിഡന്റ് കേവലം ഇന്നത്തെ ഒരു തർക്കം മാത്രമല്ല, ഇതിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശത്രുതയുടെ കനലുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുറിവുകൾ, അതായത് 1930കളിലും 1940കളിലും ചൈനയിൽ ജപ്പാൻ നടത്തിയ ക്രൂരമായ അധിനിവേശത്തിന്റെ മുറിവുകൾ ഇന്നും ചൈനീസ് ജനതയുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. ജപ്പാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോഴും യുദ്ധക്കുറ്റവാളികൾ അടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന യാസുകുനി പുണ്യസ്ഥലം സന്ദർശിക്കുന്നതിനെ ചൈന ശക്തമായി വിമർശിക്കാറുണ്ട്. പിന്നെ സെൻകാക്കു ദിയായു ദ്വീപുകൾ, ഇരു രാജ്യങ്ങളും അവകാശം ഉന്നയിക്കുന്ന സെൻകാക്കു ദ്വീപുകൾ ഇപ്പോഴും വലിയൊരു കോൺഫ്ലിക്റ്റ് സോണാണ്. ഈ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള ചൈനയുടെ തുടർച്ചയായ സൈനിക സാന്നിധ്യം ജപ്പാന്റെ പാട്രോളിംഗ് ദൗത്യങ്ങളെയും അതിലൂടെ ഇത്തരം അപകടകരമായ എൻകൗണ്ടറുകളെയും പതിവാക്കി മാറ്റുന്നു. ചുരുക്കത്തിൽ തായ്വാൻ വിഷയത്തിലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ഈ ചരിത്രപരമായ ശത്രുതയുമായി കൂടിച്ചേരുമ്പോൾ കിഴക്കൻ ചൈന കടൽ തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്ന ഒരു വെടിമരുന്നറയായി മാറുകയാണ്. സൈനിക തലത്തിൽ ഈ ഈഗോ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഒരു ചെറിയ തീപ്പൊരി പോലും ഈ മേഖലയെ തകർക്കും. ലോകമെമ്പാടുമുള്ള സെക്യൂരിറ്റി അനലിസ്റ്റ് ഈ നീക്കത്തെ വളരെ ഗൗരവമായിട്ടാണ് പരിശോധിക്കുന്നത്. ഈ ജിയോ പൊളിറ്റിക്കൽ കളിയിലെ അടുത്ത മൂവ് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.